إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, നമ്മെയും ഈ മഹത്തായ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും മാർഗരേഖകളും നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ ഘട്ടങ്ങളിൽ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും വളരെ ശ്രദ്ധയോടെ തന്നെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സാലിഹ്യങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിന്റെ മഹനീയമായ ജന്നാത്തു നഈമിൽ അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ.
സൂറത്തുൽ മാഇദയിലെ 90-ാമത്തെ വചനത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യം, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹ് ഈ കാര്യം പറയുന്നത്. ഇന്നമൽ ഖംറു വൽ മൈസിർ, തീർച്ചയായും ഖംർ അഥവാ മദ്യവും, വൽ മൈസിർ ചൂതാട്ടവും, വൽ അൻസാബു വൽ അസ്ലാം പ്രതിഷ്ഠകളും അമ്പുകോലുകളും, മിൻ റിജ്സും മിൻ അമലി ശൈത്വാൻ പിശാചിന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ട മ്ലേച്ഛമായ കാര്യങ്ങൾ മാത്രമാണ്. ഫജ്തനിബൂഹു, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളൊക്കെ മുഴുവനായും വർജിക്കണം, ഒഴിവാക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ, ഈ കാര്യങ്ങൾ ആരാണോ, ഏത് വിശ്വാസികളാണോ തന്റെ ജീവിതത്തിൽ നിന്ന് ഇതെല്ലാം പാടെ ഒഴിവാക്കുന്നത്, ലഅല്ലകും തുഫ്ലിഹൂൻ, അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? ഏറ്റവും നല്ല വിജയികളിൽ ഉൾപ്പെടാം. അപ്പൊ യഥാർത്ഥമായ വിജയികളിൽ ഞാനും നിങ്ങളും ഉൾപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ 4 കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനേ പാടില്ല. ഒന്ന്, ഖംർ, മദ്യം. ഒരുപാട് ഡെഫിനിഷൻസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, അതിന് പറയേണ്ടതില്ല. എന്താണ് ലഹരി എന്നും ലഹരി കൊണ്ടൊരു ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും ഉപദ്രവകരമായ അവസ്ഥകൾ ഏതൊക്കെയാണ് എന്നും ഒരു മനുഷ്യനെ എങ്ങനെയെല്ലാം ലഹരി തകർത്തു കളയുമെന്ന് കൃത്യമായി നാം മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പല ഖുതുബകളിലും നമ്മൾ ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വിഷയം കൂടിയാണ്. ഖംർ, മദ്യം, അത് നമ്മുടെ ജീവിതത്തിൽ ലഹരി ഉണ്ടാക്കുന്ന ചെറുതായ വലുതായ എല്ലാം തന്നെ ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. രണ്ടാമതായി പറഞ്ഞു വൽ മൈസിർ, ചൂതാട്ടമാണ്. ചൂതാട്ടം എന്താണെന്നും ഏറെക്കുറെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ജീവിച്ചിരിക്കുന്ന സമകാലികമായി നമ്മുടെ ഇടയിലൊക്കെയുള്ള ആ ചൂതാട്ടത്തിന്റെ വിഭാഗത്തിൽപ്പെട്ട ഒന്നാണ് ലോട്ടറി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ചൂതാട്ടത്തിന്റെ കാറ്റഗറിയിൽ വരുന്ന എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ഞാൻ എന്റെ ഖുതുബയിലൂടെ പറയാൻ പോകുന്ന ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട 2 വാക്കുകൾ അല്ലെങ്കിൽ 2 കാര്യങ്ങൾ, ഒന്ന് അൻസാബ് വൽ അസ്ലാം. ഒന്നാമത്തെ കാര്യം അൻസാബ് എന്നതാണ് പ്രതിഷ്ഠകൾ അഥവാ ബലിപീഠങ്ങൾ. എന്താണ് പ്രതിഷ്ഠകൾ, എന്താണ് ബലിപീഠങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ അവർ കഅബയുടെ പരിസര പരിസരങ്ങളിലും പരിസര പ്രദേശങ്ങളിലും ആരാധനകൾക്ക് വേണ്ടി ചില പ്രതിഷ്ഠകൾ എന്ത് ചെയ്തിരുന്നു? അവരവിടെ സ്ഥാപിച്ചിരുന്നു. ചില കല്ലുകൾ അവിടെ ഉണ്ടായിരുന്നു. ചില കല്ലുകളോ അതല്ലെങ്കിൽ ബലിപീഠങ്ങളോ എന്നൊക്കെയാണ് ഈ വാക്കിന് അർത്ഥം വരുന്നത്. അവർ അവരുടെ ആരാധനകൾക്ക് വേണ്ടി ഉപയോഗിച്ചതാണ്. അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന, ഇബാദത്തുകൾ ചെയ്യുന്ന അവരുടെ മഹാന്മാരായ ആളുകൾ, അവർക്ക് വേണ്ടി ബലിയർപ്പിക്കാനും മറ്റുമൊക്കെയായി അവരെന്ത് ചെയ്തിരുന്നു? ഈ ബലിപീഠങ്ങളും കല്ലുകളും അവിടെ സ്ഥാപിച്ചിരുന്നു. അത് ജാഹിലിയ കാലഘട്ടത്തിലാണ് ആ ബലിപീഠങ്ങളും കല്ലുകളും ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ, ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ പറയുന്ന അൻസാബുകൾ സ്ഥാനം പിടിച്ചിരിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും ഒന്ന് മനസ്സിലാക്കണം. ആധുനികമായ കാലഘട്ടത്തിൽ ഈ പറയുന്ന അൻസാബുകളിൽപ്പെട്ട ഒന്നാണ് മഖ്ബറകൾ, ജാറങ്ങൾ എന്ന് പറയുന്നത്. ആ മഖ്ബറകളും ജാറങ്ങളും ഇന്ന് മുസ്ലിം സമുദായത്തിൽ എത്രത്തോളം വലിയ സ്ഥാനവും പ്രാധാന്യവുമാണ് ഈ ആളുകൾ കൊണ്ടു നടക്കുന്നത് എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. ആരെങ്കിലും ഒരു മഹാൻ മരിച്ചു കഴിഞ്ഞാൽ, മഹാൻ എന്ന് പറയുന്ന വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ, ആ ഖബറിന്റെ മുകളിൽ പോയി എന്ത് ചെയ്യാണ്? സിമന്റ് കൊണ്ട് തേച്ചു മിനുക്കി വലിയൊരു മഖ്ബറയുണ്ടാക്കി അതിന്റെ മുകളിൽ ഒരു പള്ളി പോലെ ഒരു കെട്ടിടം സ്ഥാപിച്ച് അവിടെ വന്നുകൊണ്ട് ആരാധനകൾ അർപ്പിക്കുന്ന, അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന, അവിടെ വന്നുകൊണ്ട് ബലി അർപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന മഖ്ബറകളും അൻസാബുകളായി മാറിയിട്ടുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ ഏതെങ്കിലും ചില കല്ലുകളിൽ വെച്ചിട്ടാണ് അവർ ബലിയർപ്പിച്ചിരുന്നതെങ്കിൽ ഇന്ന് മഖ്ബറകളിൽ വന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? ബലിയർപ്പിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഈ പറയുന്ന അൻസാബുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ബലിത്തറകൾ, പ്രതിഷ്ഠകൾ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി എല്ലാ നിലക്കും എന്ത് ചെയ്യണം? അതിൽ നിന്ന് നമ്മൾ വർജിച്ച് മാറി നിൽക്കേണ്ടതാണ്. റബ്ബിലേക്ക് മാത്രം അർപ്പിക്കേണ്ടുന്ന ഇബാദത്തുകൾ ആ അല്ലാത്ത കെട്ടിപ്പൊക്കിയിട്ടുള്ള മഖ്ബറകൾക്ക് മുന്നിൽ പോയി നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? മുസ്ലിം സമുദായം നടത്തുകയാണ്. റബ്ബിനോട് മാത്രം ചോദിക്കേണ്ടുന്ന കാര്യങ്ങൾ ഈ മഖ്ബറകൾക്ക് മുന്നിൽ പോയി നിന്ന് ചോദിക്കുന്നു. റബ്ബിലേക്ക് മാത്രം അർപ്പിക്കേണ്ടുന്ന നേർച്ചകൾ ഈ മഖ്ബറകളിലേക്ക് പോയി അർപ്പിക്കുന്നു.
റബ്ബിലേക്ക് മാത്രം അർപ്പിക്കേണ്ടുന്ന ബലി അല്ലാഹു അല്ലാത്ത ഈ പറയുന്ന മഖ്ബറകളിലേക്കോ വ്യക്തികളിലേക്കോ കൊണ്ടുപോയി അർപ്പിക്കുന്ന അപകടകരമായ ശിർക്കിന്റെ ഏറ്റവും ഗൗരവകരമായ അവസ്ഥകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു എന്തെന്ന്, ഉദ്ഉനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. എന്നോട് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ലഭിക്കാത്തതായ ഏതെങ്കിലും പ്രാർത്ഥനകൾ നിങ്ങൾക്ക് എണ്ണിക്കാണിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് പറയുകയാണ്, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എന്നെ ആരാധിക്കുന്നതിനെ തൊട്ട് അഹങ്കാരം നടിച്ചു നടക്കുന്നവരായ ആളുകൾ എന്നോട് ചോദിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്നോട് ചോദിക്കാതെ, എനിക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന ഇബാദത്തുകൾ എനിക്ക് വേണ്ടി ചെയ്യാതെ, എനിക്ക് വേണ്ടി അർപ്പിക്കുന്ന ബലികൾ എനിക്ക് വേണ്ടി അർപ്പിക്കാതെ ഏതെങ്കിലും ചില നിങ്ങൾ ദുർമൂർത്തികൾക്ക് പിന്നാലെ പോയി കഴിഞ്ഞാൽ ഈ ആളുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവരെ ചെറുതാക്കപ്പെട്ടവരായ രൂപത്തിൽ നരകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിച്ചെറിയും, പ്രവേശിപ്പിക്കും എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അല്ലാത്തൊരു വ്യക്തികളിലേക്കോ ശക്തികളിലേക്കോ മഖ്ബറകളിലേക്കോ ജാറങ്ങളിലേക്കോ പോയി ഒരു നേർച്ച വഴിപാടുകളോ ഇബാദത്തുകളോ സഹായ തേട്ടങ്ങളോ തേടാൻ പാടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വഅന്നൽ മസാജിദ ലില്ലാഹ്, എല്ലാ പള്ളികളും റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യാനുള്ളതാണ്, റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെയ്യാനുള്ളതാണ്. റബ്ബിന് വേണ്ടി മാത്രമായിരിക്കണം അവിടെ വെച്ചുകൊണ്ട് ഇബാദത്തുകൾ നടക്കേണ്ടത്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അല്ലാഹുവിന് പുറമെ മറ്റൊരു ശക്തിയെയും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു വ്യക്തിയെയും പള്ളികളിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന് സമന്മാരായി കണ്ടുകൊണ്ട് അല്ലാഹുവിന് പങ്കുകാരായി കണ്ടുകൊണ്ട് ഒരു നേർച്ച വഴിപാടുകളും പോകാൻ പാടില്ല എന്നുള്ളത് നമ്മൾ അതീവ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ ബലികളും റബ്ബിന് മാത്രമുള്ളതായിരിക്കണം. ഫസല്ലി ലിറബ്ബിക വൻഹർ, ഫസല്ലി, നീ നമസ്കരിക്കുക, നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കുക, വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി നീ ബലി അർപ്പിക്കുകയും ചെയ്യുക. അല്ലാഹു അല്ലാത്ത മറ്റൊന്നിലേക്കും പോകാൻ പാടില്ല. പക്ഷെ ഇന്ന് മുസ്ലിം സമുദായത്തിൽ ചില ആളുകൾ ഒരു ആടിനെ വാങ്ങി ഒരു കോഴിനെ വാങ്ങി എന്ത് ചെയ്യാണ്, നേർച്ച ചെയ്ത് വിട്ടേക്കുകയാണ്. അത് ഇന്ന ഷെയ്ഖിനുള്ളതാണ്, ഇന്ന തങ്ങൾക്കുള്ളതാണ്, ഇന്ന മഖ്ബറയിലേക്കുള്ളതാണ്, ഏർവാടിയിലേക്കുള്ളതാണ്, മുത്തുപേട്ടയിലേക്കുള്ളതാണ്, അങ്ങനെ അജ്മീറിലേക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞ് ഒരു മുട്ടനാടിനെയോ അതല്ലെങ്കിൽ ഒരു പൂവൻ കോഴിയോ ഒക്കെ വാങ്ങി ഒരു പച്ച തുണിയും കെട്ടി ഇങ്ങനെ നേർച്ചയാക്കി വിട്ടേക്കും. അതിങ്ങനെ സകല വീടുകളിലെ പറമ്പുകളിലും കയറി എല്ലാ നിലക്കും അവര് ചിലപ്പോൾ ആയിരക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങി വെച്ചിട്ടുള്ള ചില തൈകൾ പോലും എന്ത് ചെയ്യും, ഈ മുട്ടനാട് വന്ന് തിന്നു കഴിഞ്ഞാൽ അതിനൊന്നും ചെയ്യാനോ പറയാനോ പറ്റില്ല. കാരണം എന്താ, നേർച്ചയാടാണ് എന്ന് പറയും. ഈ രൂപത്തിൽ നേർച്ച ചെയ്ത് വിട്ടേക്കുന്നത്, അതിനവിടെ പോയി ബലിയറുക്കുന്നത് ആർക്ക് വേണ്ടിയാ? ഇന്ന ഷേഖിലെ ഇന്ന മഖ്ബറയിലെ ഇന്ന തങ്ങളുടെ പ്രീതിക്ക് വേണ്ടി, അത് ഇന്ന കാര്യം സാധിക്കാൻ വേണ്ടി, അള്ളാഹുലേക്കല്ല, മറിച്ച് അള്ളാഹു അല്ലാത്ത മറ്റുള്ള വ്യക്തികളിലേക്കോ ശക്തികളിലേക്കോ എന്ത് ചെയ്യുന്നു, ഇവരിങ്ങനെ കെട്ടഴിച്ചു വിട്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ശിർക്കാണത്. അതീവ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ആ ശിർക്ക് ചെയ്യുന്നവന്റെ സ്ഥാനം നരകത്തിൽ തന്നെയാണ്. ഇന്ന സ്വലാത്തി, നമ്മൾ എല്ലാ പ്രാവശ്യവും ഒരു ദിവസത്തിലെ എല്ലാ നമസ്കാരങ്ങളിലും നമ്മൾ കൈകെട്ടിയിട്ട് പറയുന്നത് എന്താ? ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന സ്വലാത്തി, തീർച്ചയായും എന്റെ നമസ്കാരങ്ങൾ, വനുസുക്കി, എന്റെ ആരാധനാ കർമ്മങ്ങൾ, എന്റെ പ്രാർത്ഥനകൾ, വമഹ്യായ വമമാതി, എന്റെ ജീവിതവും മരണവും എല്ലാം തന്നെ ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ റബ്ബിലേക്ക് മാത്രം ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു എന്ന് എല്ലാ ദിവസവും നമ്മൾ പ്രഖ്യാപിക്കുന്നില്ലേ? ലാ ശരീക ലഹു വബിദാലിക ഉമിർതു, അവന് യാതൊരുവിധ പങ്കുകാരനുമില്ല. വബിദാലിക ഉമിർതു, ഞാനിതാ പ്രതിജ്ഞ എടുക്കുകയാണ്, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. വഅന അവ്വലുൽ മുസ്ലിമീൻ, വഅന അവ്വലുൽ മുസ്ലിമീൻ, വഅന മിനൽ മുസ്ലിമീൻ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? ഞാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമനായിരിക്കും, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനായിരിക്കും. ഈ മുസ്ലിമീങ്ങളിൽ ഒന്നാമനാണെന്ന് പ്രഖ്യാപിക്കുന്നവൻ, മുസ്ലിമീങ്ങളിൽ പെട്ടവനാണെന്ന് പറയുന്നവൻ എങ്ങനെയാണ് അല്ലാഹ് അല്ലാത്ത ആളുകളിലേക്ക് ഈ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ അവനക്ക് സാധിക്കുക? ഒരിക്കലുമില്ലല്ലോ. അങ്ങനൊരു സാധ്യത അവന്റെ ജീവിതത്തിൽ വന്നാൽ അവൻ ശിർക്കിൽപ്പെട്ടവനാണ്, മുശ്രിക്കാണ്, അവന്റെ സങ്കേതം നരകത്തിൽ തന്നെയാണ് എന്ന് കൃത്യമായി നമ്മൾ ഉറപ്പിച്ചു കൊള്ളണം. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആലയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും കൃത്യമായി വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ശിർക്ക് ചെയ്തവനാണോ ഫഖദ് അസ്ഫല മിനന്നാർ, നരകത്തിന്റെ അടിത്തട്ടിലാണ് അവൻക്കുള്ള സങ്കേതം എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ രൂപത്തിലുള്ള ശിർക്കിന്റെ വശങ്ങൾ കടന്നു വരാതിരിക്കാൻ
വരാതിരിക്കാൻ അതീവ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ജീവിതത്തിന്റെ അറിവില്ലായ്മയിലൂടെ ഈ രൂപത്തിൽ ഏതെങ്കിലും അപകടങ്ങളിൽ പോയിട്ട് പെട്ടിട്ടുണ്ടെങ്കിൽ റബ്ബിലേക്ക് നമ്മൾ തൗബ ചെയ്ത് മടങ്ങിയേ പറ്റൂ. കൃത്യമായ തൗബയുണ്ടെങ്കിൽ അവൻക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അതെല്ലാം പുറത്തു കൊടുക്കും എന്നതാണ്. ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മൻ നദറ അൻ യുതീഅ അല്ലാഹ ഫൽയുതിഉഹു. ഒരാൾ അല്ലാഹനെ അനുസരിക്കാൻ വേണ്ടിയിട്ട് നേർച്ചയാക്കി കഴിഞ്ഞാൽ അവനത് അനുസരിച്ചു കൊള്ളട്ടെ, അള്ളാഹൻ അനുസരിച്ചു കൊള്ളട്ടെ. വമൻ നദറ അൻ യുഅസിയഹു ഫലാ യഅസിഹി. ആരെങ്കിലും ഒരാൾ അള്ളാഹിനോട് അനുസരണക്കേട് കാണിക്കാൻ നേർച്ചയാക്കി കഴിഞ്ഞാൽ, അതായത് അള്ളാഹ് അല്ലാത്തവരുടെ പേരിലേക്ക് ആരെങ്കിലും ഒരാൾ നേർച്ചയാക്കി കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അവൻ അനുസരിക്കാൻ പാടില്ല എന്നുള്ളതാ. അള്ളാഹ് അല്ലാത്ത ഏതെങ്കിലും ഒരു ശക്തികളിലേക്കൊക്കെ നേർച്ചയർപ്പിക്കുക അത് പാടില്ലാത്തതാണ് എന്ന്. നമ്മുടെ നാട്ടിലെ മക്ബറകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? വലിയ രൂപത്തിൽ വലിയ ഉയരത്തിലൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു, കെട്ടിപ്പൊക്കിയിരിക്കുന്നു. സിമന്റ് കൊണ്ട് കോൺക്രീറ്റ് കൊണ്ട് ചെയ്തിരിക്കുന്നു. മാത്രമല്ല അതിന്റെ മുകളിൽ പച്ചപ്പട്ട് വിരിച്ചിരിക്കുന്നു. അതിന്റെ മുകളിൽ പൂക്കളും മാലകളും ഒക്കെ കൊണ്ടുവന്നിട്ടിരിക്കുന്നു. എല്ലാ രൂപത്തിലുമുള്ള അമ്പലങ്ങളിലൊക്കെ കാണുന്നത് പോലെയുള്ള നിലവിളക്കുകളും തൂക്കുവിളക്കുകളും കത്തിച്ചിരിക്കുന്നു. അവിടെ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് സുജൂദ് ചെയ്യുന്ന മുസ്ലിം നാമധാരികളായ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ആ കെട്ടിപ്പൊക്കിയ ആ കോൺക്രീറ്റ് കട്ടയ്ക്ക് പിന്നാലെ വന്നുകൊണ്ട് സുജൂദ് ചെയ്യുന്ന പൊട്ടിക്കരയുന്നവരായ ആളുകൾ. എന്ത് ഭ്രാന്താണ് ഈ മനുഷ്യന്മാർ കാണിക്കുന്നത്? അവരാരും അതിനെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കുന്നില്ലേ? അള്ളാഹുലേക്ക് അവൻ പള്ളിയിൽ വന്നുകൊണ്ട് ളുഹർ നമസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ആ പള്ളിയിൽ വന്നുകൊണ്ട് അവൻ ആദ്യത്തെ പ്രാവശ്യം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയിട്ട് അവൻ പറയാണ്, ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നമസ്കാരവും നോമ്പും നേർച്ച വഴിപാടുകളും ജീവിതവും മരണവും ഒക്കെ അള്ളാഹ്ക്ക് മാത്രമാണ്. അള്ളാഹ് എല്ലാത്തൊരു ശക്തിയിലേക്കോ വ്യക്തിയിലേക്കോ ഞാൻ തിരിയില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പറയുന്ന പ്രതിജ്ഞ എടുക്കുന്ന ഒരു മനുഷ്യൻ ആ നമസ്കാരം കഴിഞ്ഞ് മക്ബറയിലേക്ക് പോയിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ പോയി സുജൂദ് ചെയ്യുന്നു. അവിടെയുള്ള ആളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവർ മക്കൾക്ക് വേണ്ടി അവിടെ പോയി നിലവിളക്കിലെ എണ്ണ ഊറ്റി കുടിക്കുന്നു, ചന്ദനത്തിരി കത്തിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഈ മുസ്ലിം സമുദായത്തിൽ നടന്നു വരുന്ന പേക്കൂത്തുകളാണ്. അതിനെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കണം. അതുമാത്രമല്ല അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഗൗരവം മനസ്സിലാക്കാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ മനുഷ്യൻ നരകത്തിലാണ്. അതുകൊണ്ട് ഈ ഷിർക്കിൽ നിന്ന് അള്ളാഹുവിനോട് അങ്ങേയറ്റം നമ്മൾ കാവലി ചോദിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹ് നമുക്ക് നൽകിയ ഹിദായത്തിനെ അള്ളാഹിനോട് അതെന്നും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി തരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. അതാണ് അൻസാബ്. ഈ പറയുന്ന പ്രതിഷ്ഠകൾ, ബലിത്തറകളിലേക്ക് ഒരു കാരണവശാലും വിശ്വാസികൾ പോകാൻ പാടില്ല. ജാഹിലിയ കാലഘട്ടത്തിൽ പ്രതിഷ്ഠകളും ബലിത്തറകളുമായിരുന്നെങ്കിൽ ഇന്നത് മക്ബറകളുടെ രൂപത്തിലാണ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ വിഷയം നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കുക. നാലാമതായി പറഞ്ഞ ആ വിഷയം വൽ അസ്ലാം. അസ്ലാം എന്ന് പറഞ്ഞു പ്രശ്നം വെച്ച് നോക്കുന്ന അമ്പുകോലുകൾ, പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകോലുകൾ. ജാഹിലിയ കാലഘട്ടത്തിൽ അറബികളുടെ കയ്യില് ചെറിയ രൂപത്തിലുള്ള ചില അമ്പുകൾ ഉണ്ടായിരുന്നു. ഈ അമ്പുകൾ അവരെന്ത് ചെയ്യും? 2-3 ഒരുമിച്ച് കയ്യിൽ വെച്ച് ഇങ്ങനെ കുലുക്കി എറിഞ്ഞു നോക്കിയിട്ട് ശുഭവും അശുഭവും, നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും, ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്, ഏതെങ്കിലും ഒരു യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുന്നു, അതല്ലെങ്കിൽ ഒരു കച്ചവടത്തിന് വേണ്ടി പുറപ്പെടുന്നു, വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ രൂപത്തിലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് കടന്നു വരും. അങ്ങനെയുള്ള സമയത്ത് ഇത് ചെയ്യണോ വേണ്ടേ, കിട്ടോ ഇല്ലേ, ഇങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അവർ ശുഭമാണോ അശുഭമാണോ എന്നറിയാൻ വേണ്ടി ഭാഗ്യപരീക്ഷണം നടത്തി നോക്കുന്ന, ലക്ഷണം നോക്കുന്ന ചില പ്രവർത്തികൾ. 3 അമ്പുകൾ, ഒരമ്പിൽ അവര് ഈ രൂപത്തിൽ എഴുതിയിട്ടുണ്ടാവും. അതായത് എന്റെ രക്ഷിതാവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ഒരമ്പിൽ എഴുതിയിട്ടുണ്ടാവുക. 2ാമത്തെ അമ്പിൽ എന്റെ രക്ഷിതാവ് എന്ത് ചെയ്തിരിക്കുന്നു, ഇതെന്നോട് ഉപേക്ഷിക്കാൻ വേണ്ടി വിലക്കിയിരിക്കുന്നു എന്ന് എഴുതും. 3ാമത്തെ അമ്പിൽ ഒന്നും എഴുതൂല. എന്നിട്ട് അത് ഇങ്ങനെ കുലുക്കിയിടുന്ന സമയത്ത് ഈ 1ാമത്തെ അമ്പാണ് എന്റെ രക്ഷിതാവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള അമ്പാണ് വന്ന് വീഴുന്നതെങ്കിൽ അവരെന്ത് ചെയ്യും? ആ കാര്യം ശുഭമാണെന്ന് മനസ്സിലാക്കി അത് ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് പോകും. അതല്ല എന്റെ രക്ഷിതാവ് എന്നോട് ഇത് വിലക്കിയിരിക്കുന്നു എന്നുള്ള അമ്പാണ് വീഴുന്നതെങ്കിൽ അവരതിൽ നിന്ന്, ആ കാര്യത്തിൽ നിന്ന് പിന്തിരിയും. ഒന്നും എഴുതാത്ത അമ്പാണ് വീണിരിക്കുന്നതെങ്കിൽ അവരെന്ത് ചെയ്യും? ഒന്നും കൂടി അത് കുലുക്കിയെറിയും. അപ്പൊ അവർക്ക് ഈ രണ്ടിലേതെങ്കിലും ഒരു കാര്യം കിട്ടുന്നത് വരെ എന്ത് ചെയ്യും? ഇതിങ്ങനെ കുലുക്കിയിടുന്ന ഒരു രീതിയാണ് അന്നുണ്ടായിരുന്നത്. ഒരിക്കലും ഈ മനുഷ്യന്മാരെ മനുഷ്യന്റെ ബുദ്ധിയെയും അള്ളാഹുവിലുള്ള തവക്കുലിനെയും എന്ത് ചെയ്യുന്നു? തകിടം മറയ്ക്കുന്ന ജാഹലിയത്തിൽ ഒരു ഭാഗ്യ പരീക്ഷണമാണ് ഈ രൂപത്തിലുള്ള അസ്ലാമുകൾ, ഭാഗ്യം പരീക്ഷിച്ചു നോക്കാനുള്ള അമ്പുകോലുകൾ. ഇതെങ്ങനെയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ, ആധുനികമായ നമ്മുടെ ഈ ജീവിതത്തിനിടയിൽ, സമകാലികമായ യുഗത്തിൽ ഇതെങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇത് ഏറ്റവും വലിയ കുറച്ചു വർഷങ്ങൾക്ക് മുന്നാലെ വരെ ഇപ്പോഴുമുണ്ട് അതിന്റെ പല രൂപത്തിലുള്ള കാര്യങ്ങൾ. ഈ ജ്യോത്സ്യന്മാരുടെയും കണക്ക് നോട്ടക്കാരുടെയും അടുക്കൽ പോയിക്കൊണ്ട് എന്ത് ചെയ്യും?
ഈ കാര്യങ്ങളെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, ഭൂതം ഭാവി വർത്തമാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാവിയെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി പോകും, കണക്ക് നോക്കാൻ വേണ്ടി പോകും. ജ്യോതിഷന്റെ അടുക്കൽ പോകുന്നവരായ ആളുകൾ, ചില തങ്ങന്മാരുടെ അടുക്കൽ പോയിക്കൊണ്ട് കണക്ക് നോക്കുന്നവരായ ആളുകൾ നാള് വെച്ചുകൊണ്ട്, നിശ്ചയ ആശി വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതിനെക്കുറിച്ച്, അവന്റെ ജീവിതത്തെക്കുറിച്ച്, ഭാവിയും ഭൂതവും ഒക്കെ അറിയാൻ വേണ്ടി പോകുന്നവരായ ആളുകൾ. ഇത് ഏറ്റവും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് അതിന്റെ ഏറ്റവും ആധുനികമായ വെർഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൈകളിലൊക്കെ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഒരു ഖുത്ബയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കൈകളിലൊക്കെയുണ്ട്. ഫോണുകളിൽ എന്ത് ചെയ്തിരിക്കുന്നു, സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കുമ്പോൾ ആസ്ട്രോളജി ആപ്പിന്റെ ആടുകൾ നമുക്ക് കാണാൻ പറ്റും, ഇല്ലേ? ഒന്ന് വിരലമർത്തിയാൽ മതി, ഒന്നും വേണ്ട, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ആടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയോ പ്രയാസങ്ങളോ ഉള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ജോലി കിട്ടാതെ പല ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അങ്ങനെയുള്ള ഒരു മനുഷ്യന്, തകർന്നിരിക്കുന്ന പരീക്ഷണത്തിൽ കുടുങ്ങി കിടക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിലേക്കാണ് ഈ രൂപത്തിലുള്ള പ്രലോഭനങ്ങളും ആടുകളും വരുന്നതെങ്കിൽ സ്വാഭാവികമായും അവനതിൽ പെട്ടുപോകും. അവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അവനൊന്ന് അടിച്ചു നോക്കും. അങ്ങനെ പോയി കഴിഞ്ഞാൽ വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം, അസ്ലാം എന്ന് പരിശുദ്ധ ഖുർആൻ ജാഹിലിയ കാലഘട്ടത്തിൽ ഈ അമ്പുകോലുകളെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇന്ന് നമ്മുടെ നാട്ടിൽ നമുക്ക് സുലഭമായി എന്ത് ചെയ്തിരിക്കുന്നു, ഈ പറയുന്ന ഭാവിയെയും ഒക്കെ അറിയാൻ സാധിക്കുന്ന രൂപത്തിൽ ജ്യോതിഷം, കണക്കുനോട്ടം, രാശി, അതുപോലെ തന്നെ ഈ പറയുന്ന ആസ്ട്രോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ രൂപത്തിലുള്ള പല വേർഷനുകളും ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ആ ഗൗരവത്തെ നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങൾ, ഒരു വിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ട നിലപാട് എന്താണെന്നറിയോ? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹുവ. അദൃശ്യമായ കാര്യങ്ങളുടെ താക്കോലുകൾ റബ്ബിന്റെ അടുക്കലാണ്. അല്ലാഹ്ക്കല്ലാതെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള, അതല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള, അള്ളാഹ് സംവിധാനിച്ചിട്ടുള്ള, പടച്ചിട്ടുള്ള ഏതൊരു വിഷയം എടുത്തു നോക്കിയാലും അതിന്റെ ഭാവി എന്താണെന്നറിയാൻ, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. അല്ലാഹ് ഒരു പടപ്പുകൾക്കും എന്ത് ചെയ്യില്ല, ഈ രൂപത്തിൽ അദൃശ്യമായ കാര്യങ്ങൾ അറിയാൻ പറ്റൂല. അത് അള്ളാഹു പറഞ്ഞ കാര്യമാണ്, പരിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞൊരു വിഷയമാണ്. ആ ആയത്തുകൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, വയഅലമു മാ ഫിൽ ബരി വൽ ബഹരി വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. അവൻ അറിയാതെ എന്ത് ചെയ്യുന്നില്ല, കരയിലുള്ളതും കടലിലുള്ളതുമായ സർവ്വ കാര്യങ്ങളെക്കുറിച്ചും അവൻ അറിയുന്നു. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ ഒരു പ്രയോഗം നടത്തി, വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. അല്ലാഹുവിന്റെ അറിവില്ലാതെ ഒരു ഇല പോലും കൊഴിയുന്നില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഭൂമിക്കടിയിൽ, മണ്ണിനടിയിൽ കിടക്കുന്ന, ഇരുട്ടിൽ കിടക്കുന്ന ഒരു വിത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് വരെ പ്രപഞ്ചനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയാം. നമുക്ക് കാണാൻ പറ്റുമോ? ഏതെങ്കിലും തങ്ങന്മാർക്കോ ഷെയ്ഖുമാർക്കോ കണക്ക് നോട്ടക്കാർക്കോ അറിയാൻ പറ്റുമോ? മഷി എഴുതി നോക്കിക്കഴിഞ്ഞാൽ ഭൂമിക്കടിയിൽ ആ വിത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റൂ? ഒരാൾക്കും പറയാൻ പറ്റില്ല. അള്ളാഹ്ക്ക് മാത്രമേ ആ വിഷയത്തെ കുറിച്ച് അറിയുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ ആണയിട്ട് പറയുകയാണ്. കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം, ആ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ. അന്ത്യനാളിനെ കുറിച്ചുള്ള അറിവ് അള്ളാഹിന്റെ അടുക്കൽ മാത്രമാണ്. എന്ന് അന്ത്യനാൾ സംഭവിക്കും, നമ്മൾ ആരും മുറവിളി കൂട്ടിയിട്ട് കാര്യമില്ല, തിടുക്കം കൂട്ടിയിട്ട് കാര്യമില്ല. അള്ളാഹിന്റെ അടുക്കലാണ് അതിനുള്ള അറിവ് എന്നിരിക്കുന്നത്. വയുനസ്സിലുൽ ഗൈസ്, മഴയെക്കുറിച്ച് അള്ളാഹ് അറിയുന്നു. വയഅലമു മാ ഫിൽ അർഹാം, ഗർഭാവസ്ഥയിലുള്ള ശിശുവിന്റെ അവസ്ഥ എന്താണെന്ന് റബ്ബിന് മാത്രം അറിയുന്ന കാര്യമാണ്. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഒരു മനുഷ്യന്മാർക്കും പറയാൻ പറ്റില്ല, അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മുടെ മരണം എവിടെ വെച്ചാണ്, എങ്ങനെയാണെന്ന് ഒരാൾക്കും പ്രവചിക്കാൻ സാധിക്കില്ല, അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഈ കാര്യങ്ങൾ, അന്ത്യദിനം എപ്പോൾ സംഭവിക്കും, ഗർഭസ്ഥ ശിശുവിന്റെ അവസ്ഥ എന്ത്, മഴ എങ്ങനെ ഉണ്ടാകുന്നു, എപ്പോൾ വരും, ഏത് രൂപത്തിൽ വരും, ഇതൊക്കെ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. നാളെ എന്ത് സംഭവിക്കും, അഞ്ചാമത്തെ കാര്യം, ഒരു മനുഷ്യൻ നാളെ എവിടെ വെച്ച് മരണപ്പെടും, എങ്ങനെ മരണപ്പെടും, അള്ളാഹ്ക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു ജ്യോത്സ്യന്റെയും അടുക്കൽ പോയി വെറുതെ സമയം കളയാൻ നിൽക്കേണ്ട, ഷിർക്കിൽ അവൻ പെട്ടുപോകും എന്നുള്ള കാര്യം ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ അർറാഫൻ, അതായത് ഭാവി പ്രവചിക്കുന്നവനായ ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ അടുക്കിലേക്ക് ഒരാൾ പോയി, ഫസഅലഹു അൻ ഷൈഇൻ, എന്തെങ്കിലും ഒന്ന് അവനോട് ഇങ്ങനെ ചോദിച്ചു, എനിക്കിനി എന്ന് ജോലി കിട്ടും, 5-6 ഇന്റർവ്യൂ എനിക്ക് മുടങ്ങിപ്പോയി, 6ാമത്തേലെങ്കിലും എനിക്ക് കിട്ടുമോ, എന്റെ കല്യാണം 32 പെണ്ണിനെ കണ്ടു, 33ാമതെങ്കിലും നടക്കുമോ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, പല മനുഷ്യന്മാരുടെയും മനസ്സുകളിൽ അവൻ അനുഭവിക്കുന്ന അവന്റെ ജീവിതത്തിലെ ടെൻഷനുകൾ ഉണ്ടായിരിക്കും.
ഇതൊക്കെ ഏതെങ്കിലും ഒരു തങ്ങന്റെ അടുത്ത് പോയിട്ട്, ഒരു കണക്ക് നോക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട്, ഭാവി അറിയാൻ സാധിക്കുമെന്ന് പറയുന്ന ഒരാളുടെ അടുക്കൽ പോയിട്ട് ഒരാൾ ചോദിച്ചു എന്നിരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 ലൈല. അവൻ 40 ദിവസം വെറുതെ ഉറക്കമുളച്ച് നമസ്കരിച്ചത് വെറുതെ 40 ദിവസം നമസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. ആരാ പറഞ്ഞേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മൻ അതാ കാഹിനൻ ഔ അറാഫൻ, ഭാവി പ്രവചിക്കുന്ന ഒരു മനുഷ്യനോ അതല്ലെങ്കിൽ ഒരു ജ്യോത്സ്യന്റെ അടുക്കൽ ഒരാൾ പോയി, എന്നിട്ട് ഫസദ്ദഖഹു ബിമാ യഖൂൽ, ആ ജ്യോത്സ്യനോ ഭാവി പ്രവചിക്കുന്ന ആള് പറയുന്നതോ ആയ ഒരു കാര്യം ഈ മനുഷ്യൻ വിശ്വസിച്ചു എന്നിരിക്കട്ടെ, അവൻ സത്യപ്പെടുത്തി, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കപ്പെട്ട ആ ഖുർആനിൽ എന്ത് ചെയ്തു? അവൻ അവിശ്വസിച്ചു. അതായത് ഇസ്ലാമിൽ നിന്ന് അവൻ പുറത്തു പോകും, കാഫിറായി പോകും. അപ്പൊ എന്തെങ്കിലും നമ്മൾ ചോദിച്ചാൽ 40 ദിവസം നമസ്കാരം പോയി, എന്തെങ്കിലും വിശ്വസിച്ചാലോ ഇസ്ലാമിൽ നിന്ന് അവൻ പുറത്തും പോയി. പിന്നെ ചില ആളുകളുണ്ട്, നമ്മൾ ജനിച്ച നാള് വെച്ചുകൊണ്ട്, നീ ഏത് നാളിലാണ് ജനിച്ചത്? നമുക്കറിയാലോ, ഒരുപാട് നാളുകളെ കുറിച്ച് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. നക്ഷത്ര രാശി എന്നൊക്കെ പറയും അതിന്. ആ രൂപത്തിൽ രാശി നോക്കി, കണക്ക് നോക്കി അവന്റെ ഭാവി അറിയാൻ പോകുന്ന, രാശിഫലം അറിയാൻ പോകുന്ന ആളുകൾ, മൻ ഖതബസ ഇൽമൻ മിനൻ നുജൂമി ഇഖതബസ ശുഅബതൻ മിനസ് സിഹ്രി സാദ മാ സാദ. ഈ രൂപത്തിൽ ഇങ്ങനെ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വെർഷൻ. ഓരോ മനുഷ്യന്റെയും ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചുകൊണ്ട് അവനിക്ക് മോതിരക്കല്ലുകൾ കേട്ടിട്ടുണ്ടാകും നിങ്ങൾ. അക്കൈക്ക് മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ ഒരുപാട് മോതിരത്തിന്റെ കല്ലുകളുണ്ട്. ചില ഉസ്താദുമാരൊരു ബിസിനസ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. ഓരോ മനുഷ്യന്റെയും ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കി അവനിങ്ങനെ രാശി കണക്ക് കൂട്ടി. അവർ ചിലപ്പോൾ ചോദിക്കും, നീ ജനിച്ച നാളെ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കും. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഓരോരുത്തരുടെയും ഭാവിയിലേക്കുള്ള ഏറ്റവും സുഖകരമായ ശുഭകരമായ കാര്യങ്ങൾക്ക് ഈ കല്ലാണ് യോജിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? അവരൊരു കല്ലിങ്ങനെ സജസ്റ്റ് ചെയ്യും. ആ കല്ല് വാങ്ങി അണിഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ സൂര്യപ്രകാശം വന്ന് തട്ടി അത് നമ്മുടെ ബോഡിയിലേക്ക് അത് റിഫ്ലക്ട് ചെയ്ത് കയറുമ്പോൾ അവന്റെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു, അവന്റെ ജീവിതത്തിൽ എല്ലാം ശുഭകരമായ കാര്യങ്ങളായിരിക്കും നടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ കല്ലിന്റെ, മോതിരക്കല്ലിന്റെ ബിസിനസ്സുമായി നടക്കുന്ന ആളുകൾ. മോതിരം അണിയാം നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അണിഞ്ഞിട്ടുണ്ട്. വെള്ളിയുടെ മോതിരം അണിയൽ നമുക്ക് നല്ലതാണ്, നല്ലതെന്നല്ല, മോതിരം അണിയാവുന്നതാണ്. പക്ഷേ ഇത് ഈ രൂപത്തിൽ, ഈ മോതിരമാണ് എന്റെ ജീവിതത്തിന്റെ ഭാവി നിയന്ത്രിക്കുന്നത്, ഈ മോതിരം അണിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ എല്ലാം ശുഭകരമായ രൂപത്തിലായിരിക്കും നടക്കുന്നത് എന്ന് ആ മോതിര കല്ലിലൊരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവന്റെ കാര്യം പോക്ക. അതുകൊണ്ട് ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം? വേർതിരിച്ചു മനസ്സിലാക്കണം. ഈ രൂപത്തിലുള്ള പഠനങ്ങൾ നടത്തുന്നവരായ ആളുകൾ സിഹറിന്റെ കാറ്റഗറിയിലാണ് പെടുന്നത്. സിഹർ എന്ന് പറഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല 7 വൻപാപങ്ങളിൽ എണ്ണിയിട്ടുള്ള രണ്ടാമത്തെ വൻപാപമായി എണ്ണിയ കാര്യമാണ് ഈ പറയുന്ന കൂടോത്രം. അതിന്റെ കാറ്റഗറിയിലാണ് ഈ വിഭാഗങ്ങളൊക്കെ വന്ന് പെടുന്നത്. അതുകൊണ്ട് അതീവ ഗൗരവത്തിൽ എന്ത് ചെയ്യുക? നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ഒരാളുടെയും ജീവിതത്തിൽ ഒരു രാശിക്കോ ഒരു തങ്ങന്മാർക്കോ ഒരു ജ്യോത്സ്യനോ ഒരു കണക്ക് നോട്ടക്കാരനോ ഒരു ചൊവ്വാദോഷത്തിനോ ഒരു ശനിദശയ്ക്കോ ഒന്നും എന്തില്ല, ഒരു സ്ഥാനവുമില്ല. ഇല്ലല്ലാ, അള്ളാഹ് ഉദ്ദേശിച്ചതൊഴികെ, അള്ളാഹ് കണക്കാക്കിയതൊഴികെ. ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ അഹദ് والفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് കൃത്യമായ തഖ്വയിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സാലിഹീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, തവക്കുലുണ്ടാകണം നമുക്ക്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു എന്നെല്ലാം കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. റബ്ബിനറിയാം. നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ അള്ളാഹ് എല്ലാ ആളുകളെയും എന്ത് ചെയ്യും? പരീക്ഷിക്കും. പരീക്ഷണത്തിന് വേണ്ടിയാണ് ഈ ജീവിതം നമുക്ക് തന്നിട്ടുള്ളത്. ദുനിയാവിൽ നമ്മളെ അയച്ചിട്ടുള്ളത്. ഈ ദുനിയാവ് എന്ന് പറയുന്നത് പരീക്ഷണങ്ങളുടെ ലോകമാണ്. ഇപ്പൊ ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ അവിടെ മനുഷ്യൻ ഒരു മുസ്ലിം എന്നുള്ള രൂപത്തിൽ, ഒരു മുഅ്മിൻ എന്നുള്ള രൂപത്തിൽ നമുക്ക് ആദ്യം വേണ്ടത് ക്ഷമയാണ്. വസ്തഈനു ബിസ്സബ്രി വസ്സലാ. പ്രയാസങ്ങൾ വരുമ്പോൾ ആദ്യം ക്ഷമിക്കുക.
എന്നിട്ട് കൃത്യമായി നമസ്കരിക്കുക, അള്ളാഹിനോട് നമ്മൾ തേടുക, പറയുക, നമ്മുടെ ആവശ്യങ്ങൾ പറയുക. തീർച്ചയായും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ആശ്വാസം തരും. ഈ ടെൻഷനുകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ നമസ്കാരവും മറ്റുള്ള ഇബാദത്തുകളൊക്കെ വിട്ടിട്ട് മോശമായ ഹറാമിന്റെ വഴികളിലേക്ക് പോയാൽ അവിടെയൊന്നും എന്തുണ്ടാവില്ല, ഒരു സമാധാനവും ഉണ്ടാകില്ല. ദീനിന്റെ വഴിയിൽ ഒരു മനുഷ്യൻ സഞ്ചരിക്കുന്നുണ്ടോ, അവനെ മറക്കുന്ന രൂപത്തിലുള്ള, വെറുപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രയാസങ്ങൾ വന്നാലും അവിടെ ആ മനുഷ്യൻ തളരാതെ പിടിച്ചു നിൽക്കുമെന്നുള്ളത് അത് റബ്ബ് അവന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു ഖുവ്വത്താണത്. ആ ഖുവ്വത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റബ്ബിലേക്ക് തവക്കുൽ ചെയ്ത്, ഭരമേൽപ്പിച്ചുകൊണ്ട്, ക്ഷമിച്ചുകൊണ്ട്, ജീവിതത്തെ പോസിറ്റീവായി കണ്ടുകൊണ്ട് തഖ്വയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. അതല്ലാതെ ഒരു രാശികൾക്കോ ഒരു നക്ഷത്രങ്ങൾക്കോ ഗ്രഹങ്ങൾക്കോ ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഒരു സ്വാധീനവും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഭാവി അറിയാൻ വേണ്ടി ഈ രൂപത്തിലുള്ള ഏതെങ്കിലും വഴികളിൽ നമ്മൾ പെട്ടുപോയാൽ, ആസ്ട്രോളജി ആപ്പ് എടുത്ത് അതിനകത്തുനിന്ന് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു പോയാൽ അവന്റെ കാര്യം തീർന്നു. നമ്മൾ മനസ്സിലാക്കുക, അവന്റെ 40 ദിവസത്തെ നമസ്കാരം അള്ളാഹ് സ്വീകരിക്കൂല. ഇനി ആസ്ട്രോളജി ആപ്പ് നമുക്ക് തരുന്ന മറുപടി, ഒരു മനുഷ്യൻ അത് വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തും ദീനിൽ നിന്ന് പുറത്തും. അള്ളാഹു അത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമുദായത്തെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പറയുകയാണ്, ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ. ഖുൽ, നബിയെ പറയുക, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു ഞങ്ങൾക്ക് എന്താണോ രേഖപ്പെടുത്തിയത് അതല്ലാതെ മറ്റൊന്നും എന്തെയില്ല, ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും അനുഭവിക്കുകയില്ല, അനുഭവപ്പെടുകയില്ല. മൗലാന, അവൻ ഞങ്ങളുടെ യജമാനനാണ്. വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ, അതിനാൽ സത്യവിശ്വാസികൾ അല്ലാഹുവിലേക്ക് മാത്രമായിരിക്കണം ഭരമേൽപ്പിക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് തഖ്വയിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും നല്ല വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽക്കാർ, ആദർശ സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു കൺകുളിർമയുള്ള സാലിഹ്യങ്ങളിൽ, ദുരിയത്തിൻ തയ്യിബയായ മക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ചെറുതും വലുതുമായ എല്ലാ വിഷമങ്ങളും മാറ്റി പൂർണ്ണമായ ആശ്വാസവും എളുപ്പവും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം അനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ എല്ലാ വിഷമങ്ങളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, വേവലാതികളിൽ നിന്ന്, ടെൻഷനുകളിൽ നിന്ന്, സാമ്പത്തിക വിഷമങ്ങളിൽ നിന്നെല്ലാം, കടബാധ്യതകളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ അസുഖങ്ങളിൽ നിന്ന്, വേദനയുള്ള അസുഖങ്ങളിൽ നിന്ന്, വലിയ രൂപത്തിലുള്ള സാമ്പത്തിക ചെലവുകൾ വേണ്ടിവരുന്ന അസുഖങ്ങളിൽ നിന്ന്, കിടപ്പിലായി പോകുന്ന അസുഖങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ അള്ളാഹു കൺകുളിർമ വർഷിപ്പിച്ചും വർദ്ധിപ്പിച്ചും നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.